സംഗീത നാടക അക്കാദമി പ്രകൃതിയത്തിന് വേണ്ടി തന്നിട്ടുള്ള പ്രതിമാസ കലാപരിപാടികളുടെ ഉദ്ഘാടനം. 2. പ്രിയപ്പെട്ട നമ്മുടെ എഴുത്തുകാരനായ ശ്രീ ശശി ചെറിയിൽ, കൈതമുള്ള എന്ന പേരിൽ ബ്ലോഗിലൊക്കെ എഴുതുന്ന ശശി ചെറിയിലിന്റെ ഇന്നലെ എന്ന നോവലിന്റെ പ്രകാശനകർമ്മം. നമുക്കെല്ലാം ആരാധ്യനായ കാവാലം ഉദ്ഘാടനം ചെയ്യേണ്ട ഈ സമ്മേളനം എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്കതാണ് ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയത്. മറ്റൊന്ന്, ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന ഇന്നലെ എന്ന് പറഞ്ഞ നോവലാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിക്കാതെ പുസ്തകത്തെക്കുറിച്ച് പറയില്ല എന്ന് ഉറപ്പുള്ള ഒരാളാണ്. നിർഭാഗ്യവശാൽ എനിക്ക് ആ പുസ്തകം കിട്ടിയപ്പോൾ ഞാൻ 2-3 ദിവസം വളരെ തിരക്കിലാണ്. എനിക്ക് ആ പുസ്തകം ഒന്ന് ആകെ മറിച്ചു നോക്കാനല്ലാതെ വായിക്കാൻ സാധിച്ചില്ല. പക്ഷേ അരിബന്ധവും നോക്കാൻ ഒരു ചോറ് ഇങ്ങനെ പുതുക്കി നോക്കിയാൽ മതി എന്ന് പറയുന്ന പോലെ അതിലെ ആദ്യം തുടക്കം എങ്ങനെയാണ് എന്ന് മാത്രം ഞാനൊന്ന് നോക്കി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യ കഥ, ജീവിതം, അത് ആവിഷ്കരിക്കാൻ തക്ക കോപ്പ് കൈവശമുള്ള ഒരു എഴുത്തുകാരനാണ് സാക്ഷാൽ ശശി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഹിതമുള്ളല്ല, കാരമുള്ളായാലും ഇതിനകത്ത് ജീവിതമുണ്ട്. ആ ജീവിതം തീർച്ചയായും ആവിഷ്കരിക്കാൻ ഏറ്റവും നല്ല ഒരു കലാശില്പമായി അദ്ദേഹം നോവലിനെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് തരുന്നു, ഞാൻ ഈ നോവൽ വായിച്ചാൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് ഞാൻ രേഖാമൂലം അയച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് മാത്രം പറയാനേ എനിക്ക് പാകുന്നുള്ളൂ. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എടുക്കുന്നു. നമസ്കാരം. ഇന്നലെ എന്ന നോവലിൻ്റെ പ്രകാശനകർമ്മം ശശി ചെറിയിൽ, അദ്ദേഹം കൈതമുള്ള് എന്ന പേരിൽ ബ്ലോഗിൽ വളരെ പ്രശസ്തനായ ആളാണ്. പ്രത്യേകിച്ചിട്ടും ബ്ലോഗിൻ്റെ ഒക്കെ ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ കുറെ കൂടെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു മങ്ങൽ വന്നത് ഈ ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ ബ്ലോഗിൻ്റെ തന്നെ ഒരു ദൗത്യം നിർവഹിച്ച് തുടങ്ങുന്നത് കൊണ്ടാവണം ബ്ലോഗിൻ്റെ ഒരു പ്രാധാന്യം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അതിനകത്ത് ഫേസ്ബുക്കിലൂടെ നമുക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് ബ്ലോഗിലേക്ക് ആളുകൾക്ക് പോവുകയും അങ്ങനെ സജീവമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൈതമുള്ളിൻ്റെ ആദ്യ പുസ്തകം ഇവിടെ കോഴിക്കോട് വെച്ചാണ് പ്രകാശനം ചെയ്തത്. അന്ന് വളരെ നിറഞ്ഞ സദസ്സിൽ സുകുമാർ വഴി കൂടാണ് ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. അന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പ്രത്യേകത ആയിട്ട് പറഞ്ഞത് വളരെ ലളിതമായ ഭാഷയിൽ വളരെ ആഴക്കാഴ്ചയുള്ള രീതിയിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഇത് എന്ന്, അങ്ങനെ ഒരു എഴുത്തുകാരനാണ് കൈതമുള്ള് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ട് കേട്ടതെന്ന ഒരാൾ കൂടിയാണ്. ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി ആണ്, നമുക്കൊക്കെ പ്രിയപ്പെട്ട ആൾ. വേദിയിലെ മഹൽ വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുജനങ്ങളെ, കലാപ്രേമികളെ, കലാകാരന്മാരെ, എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന ഒരു കുറ്റബോധമുണ്ട്. ഭാഷ ആവിഷ്കാരമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ആവിഷ്കാരമാണ്. അതൊരുപാട് കോപ്പികൾ വിറ്റഴിയട്ടെ എന്നൊന്നും ഞാൻ ആശംസിക്കുന്നില്ല. എത്തേണ്ടവരിൽ എത്തട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ഈ വേദിയിൽ പ്രകാശം ഞാൻ നിങ്ങളെ അഭിനന്ദിച്ചിട്ടുള്ളതാണ്. ഈ പുസ്തകം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ശശി ചെറിയിൽ ഒരു പ്രവാസിയാണ്. 41 വർഷം അദ്ദേഹം ദുബായിലുണ്ടായിരുന്നു, ഷാർജയിലുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെയാണ് ഞാനുണ്ടായിരുന്നത് 37 വർഷം. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല.
ഇന്നത്തെ അണുകുടുംബങ്ങൾ അച്ഛനും അമ്മയും കുട്ടികളും ഒഴിച്ചുള്ള ഒന്നിനെപ്പറ്റി അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ വളരെ സ്വാർത്ഥരാണ്. ഈ കൂട്ടുകുടുംബത്തിന്റെ കുറേ നന്മകൾ ഉണ്ടായിരുന്നു, പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാനിത് കൂടുതലായിട്ട് വിശദീകരിച്ച് ഈ കഥയിൽ ഇതിലേക്ക് പോകുന്നില്ല. കാരണം ഇതിനെപ്പറ്റി പറയാനായിട്ട് കേശവൻ നായരുണ്ട്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പുസ്തകത്തെ ഇനിയൊരു പരിചയപ്പെടുത്തൽ സത്യത്തിൽ ആവശ്യമില്ല. കാരണം അതിന് നേരിട്ട് പോയി പുസ്തകത്തിന് കൈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരിചയപ്പെടുക എന്നുള്ളതാണ് എൻ്റെ മര്യാദ. ഈ പുസ്തകം പരിചയപ്പെടുത്താൻ എന്നെ എന്തിനു നിയോഗിച്ചു എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഈ കൈതമുള്ളിനെ എനിക്ക് പരിചയമില്ല. അതേപോലെ ശശി ചിറയിൽ എന്നുള്ള പേര് തന്നെ ഞാൻ ഇന്നലെ കേൾക്കുന്നു. അദ്ദേഹത്തെയും പരിചയമില്ല. ഇന്നലെയാണ് അദ്ദേഹത്തെ കാണുന്നത്. എന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് ശിഹാബുദ്ദീൻ കുഴിക്കണ്ടതാണ്. എന്തിനാണ് എന്നെ ഏൽപ്പിച്ചത്, എങ്ങനെയാണ് ഏൽപ്പിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. ഏകദേശം 80-ൽ അധികം കഥാപാത്രങ്ങൾ ഈ നോവലുണ്ട്. അത് ചില പേജുകൾ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, ചില പാരഗ്രാഫിൽ വന്നു നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, ചില വരികളിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ എല്ലാ കഥാപാത്രവും ഈ ചെറിയ പുസ്തകത്തിൻ്റെ ഉള്ളിൽ തനതായ വ്യക്തിത്വത്തോടുകൂടി നിൽക്കുന്നു എന്ന ഒരു സ്വച്ഛത, ഒരു തനിമ ഈ നോവലിൽ ആദ്യം തന്നെ നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ആ ഒരു കുളിർമയാണ്. ഓരോ കഥാപാത്രവും നമ്മളിപ്പോൾ ഈ പുസ്തകം ഞാൻ ഒറ്റ ഇരിപ്പിൽ നിന്ന് വായിച്ചതല്ല. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് പല ഘട്ടങ്ങളായി ഓരോ ഘട്ടവും വായിച്ചു പോകുമ്പോൾ ആ വായിച്ച പരിചയപ്പെട്ട കഥാപാത്രം നമ്മളെ കൂടെ വരുന്ന ആ ഒരു പ്രതീതി ഈ പുസ്തകത്തിലുണ്ട്. സത്യത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ എന്തിനെങ്കിലും ഒരു പുസ്തകം എഴുതി എന്നൊരു സംശയം എനിക്ക് തോന്നി. കാരണം ഇതിലൊരു പ്രത്യേകിച്ച് പുതുമ പറയാൻ തോന്നിയില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ വായിച്ചു പോകുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. കാരണം ഇത്രത്തോളം ഒരു എന്താ പറയുക, ഇവിടെ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന അടുത്ത തലക്കെട്ട് അനുഭവങ്ങളുടെ വേവുന്ന ചാലുകളിലൂടെ ഒരു നോവൽ സഞ്ചാരം എന്നാണ്. തിരിച്ച് തെറ്റാണ്. ഇത് ഞാൻ എന്ന കഥാപാത്രമാണ് ഈ കഥയെ കൂടെ പറഞ്ഞു പോകണമെങ്കിലും വളരെ നിഷ്പക്ഷമായി അകലം പാലിച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു നിർവികാര സ്വഭാവത്തോടുകൂടി തൻ്റെ തന്നെ കഥ ഓരോ കഥാപാത്രത്തെയും അടുത്ത് നിർത്തി പറയുന്ന ആ രീതി ഒരുപക്ഷെ ഇത്തരം പുസ്തകങ്ങളിൽ ഇത്ര ഫലപ്രദമായി കണ്ട ഒരു പുസ്തകം എൻ്റെ വായനാനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ സത്യസന്ധമായി പറയും. വല്യേശൻ ഒരു വല്ലാത്ത കഥാപാത്രമാണ്. വല്യേശന്റെ രണ്ടാം വിവാഹം, മകൻ ഗിരീശന്റെ വരവ്, ഗിരീശന്റെ സംശയരോഗം, ആത്മഹത്യ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് സെലീന ടീച്ചർ എന്നൊരു കഥാപാത്രം. അത് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 4, 5, 6, 7 വയസ്സിലുള്ള കുട്ടികളുടെ മനസ്സിൽ വളരെ കൗതുകത്തോടെ വന്നിരിക്കുകയും പക്ഷെ ആ കൗതുകത്തോടെ വന്നിരുന്നതിന് വേറെ ചില അർത്ഥതലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ഈ സെലീന ടീച്ചറുടെ ഇരിക്കുന്ന പുസ്തകം വായിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതാനുഭവത്തിലും ഈ ടീച്ചർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ സാർവലൗകികമായ ഒരു എന്താ പറയുക, ഒരു അമർത്തപ്പെട്ട ഒരു വിമുഖമായ ഒരു കാമം എന്നോ പ്രേമമെന്നോ സ്നേഹമെന്നോ വിളിക്കും. കാരണം അന്ന് അറിയില്ല. 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് ടീച്ചറുടെ എന്ത് പ്രതിബദ്ധത തോന്നുക ഇല്ല. പാക്കരൻ എന്നൊരു കഥാപാത്രമാണ്. ഞാൻ ഇതൊക്കെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഇരിങ്ങാലക്കുടയോ ആ ഭാഗത്തുള്ളതാണെങ്കിൽ പോലും ഇതിൽ അവതരിപ്പിക്കുന്ന എല്ലാ കഥാപാത്രത്തെയും ഇവിടെ എനിക്ക് ഇരിഞ്ചേത്തും ഒരുപക്ഷെ കാണാൻ സാധിക്കും, എനിക്ക് വേളാവൂരും കാണാൻ സാധിക്കും, ഇപ്പം ഞാൻ ജീവിക്കുന്ന മഞ്ചേരിയിലും എനിക്ക് കാണാൻ സാധിക്കും. എല്ലായിടത്തും ഈ രൂപത്തിലുള്ള ഓരോ മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്നതാണ്. അപ്പുക്കിളി ആയി പോവുക, ഒ വിജയന്റെ അപ്പുക്കിളി ആയി പോകുമോ എന്ന് ഭയപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു പാക്കൻ. എല്ലാ നാട്ടിലും കാണാൻ പറ്റുന്ന ഒരു സാധാരണ കഥാപാത്രമാണ് ഏലപ്പനാശാരി. ഇഞ്ചത്തുണ്ടാവും, ഞങ്ങളുടെ നാട്ടിലുണ്ട്. തങ്ങളുടെ ആയ കാലത്ത് ആശാരിമാരെന്ന് വളരെ വിദഗ്ധന്മാരായ പണിക്കാരാണ് ആശാരിമാർ. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് പണിയില്ലാതാവുകയോ അല്ലെങ്കിൽ പണിയെടുക്കാൻ കഴിയാതാവുകയോ പറ്റും. ആശാരിമാർ മറ്റ് സമൂഹത്തിലുള്ള ആൾക്കാരെ പോലെ വലിയ അന്തസ്സുള്ളവരാണ്.
ഞാൻ അത്ഭുതപ്പെടുന്നത് ഇത് അവിടെയും അതാണ്, ഇവിടെയും ഞങ്ങളുടെ ഇവിടെ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവശരായി പണിയെടുക്കാൻ വരാതെ വരുമ്പോഴും ഒരാൾക്കാരുടെ അടുത്ത് പോയി കൈനീട്ടി എന്തെങ്കിലും ചോദിക്കാൻ ആശാരിമാർ തയ്യാറാവില്ല. തുടക്കത്തിൽ നമ്മൾ പറയാറുണ്ട്, ആശാരി ഈ ചിരട്ട കൊണ്ട് തവി ഉണ്ടാക്കിയിട്ടാണ് പണി പഠിക്കുക. അവസാന ഘട്ടത്തിലും അവരവിടേക്കാണ് എത്തുക. അത് വളരെ ഭംഗിയായിട്ട് ഈ നോവലിൽ ആ ഒരു കാലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് വിളിച്ചു. ഞാനിതിലൊക്കെ അത്ഭുതപ്പെടുന്നത് അദ്ദേഹം വിവരിക്കുമ്പോൾ ഇത് വേളാവിൻ്റെ കഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നത് അവിടെ തൃശ്ശൂർ എനിക്ക് അജ്ഞാതമായ പ്രദേശമാണ്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ റേഡിയോയുടെ ആ കാസ്റ്റും അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഇത് വേളാവൂരിൽ ഞാൻ അനുഭവിച്ച അതേ അന്തരീക്ഷം തന്നെയാണ്. ഇതിന്റെ ഉപസംഹാരം എന്ന് പറയുന്നത് ഇതിൽ തുടക്കവും ഒടുക്കവും അതെന്തിനാണ് എന്ന് അദ്ദേഹത്തിന് അതിനൊരു ഗൂഢ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു CK രാഘവൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് ഒരു തുടക്കവും ഒടുക്കവും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ഒടുക്കം തന്നെയാണ് ഈ നോവലിനെ സംബന്ധിച്ച് എനിക്കും പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. ഈ നോവൽ ഈ രൂപത്തിൽ തീർച്ചയായും വായിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരു പ്രവാസി 40 കൊല്ലത്തോളം വിദേശത്ത് ജീവിച്ചു എന്നൊരു മലയാളിയിൽ ഇത്രയും മലയാളത്തെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്ന അത്ഭുതത്തോടു കൂടി ഈ പുസ്തകത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക. അപ്പോൾ ഈ പുസ്തകത്തിൽ ഗൃഹാതുരത്വം അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ, ഇപ്പൊ ശ്രീ കൊയ്ത്തുകട പറഞ്ഞ പോലെ പൊന്നേറ് എന്ന് പറഞ്ഞ സംഭവമാണ് കൂടുതൽ. അത് പ്രവാസികൾ ഒക്കെ തന്നെയാണ്, അവരാണത്. ഈ ബ്ലോഗിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തുടക്കകാലത്ത് അല്ലെങ്കിൽ അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്ന കാലത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ഉണ്ടായിരുന്ന ആ ബ്ലോഗ് എഴുത്തുകാർ അവർ ആ നൊസ്റ്റാൾജിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ എഴുത്തുകളിലൂടെ വന്നിരുന്നത്. അപ്പം അതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആൾക്കാരാണ് ശശികട്ടൻ അഥവാ കൈതമുള്ളു. അത് ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ജ്വാലകൾ ശലഭങ്ങളിൽ കുറെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള 15 സ്ത്രീകളാണ് അതിൽ വരുന്നത്. അതിൽ പുതിയ പതിപ്പ് 18 സ്ത്രീകൾ ആയിട്ട് വരാൻ തോന്നുന്നു. 15 സ്ത്രീകളുമായിട്ടുള്ള അതും ജീവിതാനുഭവമാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഒരു പുസ്തകമാണ്. ഇവിടെ നിൽക്കുമ്പോൾ അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഡയലോഗാണ് സിനിമയുടെ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ, സമയം പോയിരിക്കുകയാണ് ഇവിടെ, ഇത് പ്രസംഗിക്കാനുള്ള സമയമല്ല. 4 കൊല്ലം മുമ്പ് എൻ്റെ ആദ്യത്തെ ബുക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ അഴീക്കോട് മാഷ്, UA ഖാദർ, സിസ്റ്റർ ജസ്മി, അന്ന് എൻ്റെ സുഹൃത്ത് മുമ്പിലിരിക്കുന്നു, വേദിയിൽ വന്നില്ല. ഇവരൊക്കെ മുമ്പിൽ വെച്ചിട്ട് അത്രയധികം ബഹുമാനിക്കപ്പെട്ടപ്പോൾ ഞാൻ തോന്നി, ദാസ ശശി, ഇത് നിൻ്റെ സമയമാണ്, ഏറ്റവും നല്ല സമയമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരാളുടെ ഒരു ജീവിതം, മനുഷ്യ ജീവിതം, അത് വേറെ ഒന്നും തലത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത്ര ശതമാനം സ്നേഹം, ഇത്ര ശതമാനം ദുഃഖം, ഇത്ര ശതമാനം വെറുപ്പ്, ഇത്ര ശതമാനം അലച്ചിൽ, ഇത്ര ശതമാനം തെറിയക്കൽ, ഇത്ര ശതമാനം പ്രശംസ ഒക്കെ ഉണ്ടാകുന്ന. അപ്പം അന്ന് ഒരുപാട് പ്രശംസ കിട്ടി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ 21ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ സ്ഥലമുള്ളത്. പക്ഷെ 21ാമത്തെ വയസ്സ് വരെ ഞാനൊരു സംഭവമായിരുന്നാണ്. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ ഭഗവതീയത്തിൽ വെച്ച് നടത്തിയത് ഞാൻ വിചാരിച്ച എൻ്റെ പ്രശസ്തിയല്ല, പ്രശസ്തിയുടെ ഏറ്റവും വലിയ തുങ്ക ശൃംഗത്തിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. എല്ലാവരോടും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. 10 വർഷത്തെ നേരിട്ടുള്ള പരിചയമുള്ള മനോജ് രവീന്ദ്രൻ, പിന്നെ ഈ പ്രകൃതിയത്തിലെ എല്ലാവരോടും, ആനന്ദി ചേച്ചിയോടും നന്ദി പറയുന്നു. അധികം സംസാരിക്കണം എന്നില്ല, സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.